പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് തൊട്ട് ഒരു മാസം സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലുമാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ധൂർത്താണെന്നാണ് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ വാർഷികാഘോഷങ്ങളിൽ ഒന്നും പങ്കെടുക്കുന്നില്ല, വിട്ടുനിൽക്കുകയാണ്. ഷൈൻ ടോം ചാക്കോയാണ് ഇന്നത്തെ ദിവസത്തെ മറ്റൊരു വാർത്താ താരം. ഷൈനെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്തേക്കുമെന്ന ആദ്യഘട്ടത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ചോദ്യം ഒന്നും ചെയ്യേണ്ട, പകരം ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് എപ്പോഴാണ് വിളിപ്പിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാവും. പക്ഷേ സിനിമയുമായി ബന്ധപ്പെട്ട് വിൻസി നൽകിയ പരാതി ഫിലിം ചേംബറിന്റെ മുന്നിലേക്ക് ഇന്ന് എത്തുന്നു. ഒപ്പം ഈ സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സെൽ അവരും ഇന്ന് ഫിലിം ചേംബറുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അങ്ങനെ ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. JD വാൻസ് ഇന്ത്യയിലെത്തുന്നു. ഉഷ വാൻസ് കൂടെയുണ്ട്, ഇന്ത്യൻ വംശജയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വാർത്താ ദിവസം മുന്നോട്ട് പോകുന്നത് നോക്കാം. ആദ്യം നമ്മൾ തലക്കെട്ടുകളിലേക്ക് പോകുന്നു. ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യൽ ഇന്നുണ്ടാവില്ല. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം വീണ്ടും വിളിപ്പിക്കും. ഷൈന്റെയും വിൻസിയുടെയും മൊഴിയെടുക്കാൻ സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സെൽ. നടപടി ആലോചിക്കാൻ ഫിലിം ചേംബർ യോഗവും ഇന്ന്. സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന നിരവധി പേരുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് ഇന്ന് തുടക്കം. കാസർഗോഡ് കാലിക്കടവ് മുതൽ തിരുവനന്തപുരം വരെ തുടർ പരിപാടികൾ. ആഘോഷങ്ങൾക്കെതിരെ പ്രതിപക്ഷം ക്ഷാമകാലത്തെ സർക്കാരിന്റെ ധൂർത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18നോട്. BJP സംഘടിപ്പിക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കം. മെയ് 10 വരെ 30 സംഘടനാ ജില്ലകളിലും പരിപാടികൾ. രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ വിപുല ക്യാമ്പയിൻ. കർണാടക മുൻ DGP ഓം പ്രകാശിന്റെ കൊലപാതകം കുടുംബ വഴക്കിനെ തുടർന്നെന്ന് സൂചന. കൊന്നത് ഭാര്യ പല്ലവി തന്നെയെന്ന് ഉറപ്പിച്ച പോലീസ്. തർക്കം സാമ്പത്തിക കാര്യങ്ങളിൽ. മക്കളെയും ചോദ്യം ചെയ്യും. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലപാതക കേസിൽ ശിക്ഷാവിധി ഇന്ന്. നാഗർകോവിൽ സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരൻ. 4.5 പവൻ സ്വർണം കവരാൻ അരും കൊല നടത്തിയത് 3 വർഷം മുൻപ്. ന്യൂസ് 18 ഇംപാക്ട്. ഇഗ്നോ MBA പരീക്ഷയ്ക്ക് ഇല്ലാത്ത പരീക്ഷാ സെന്റർ അനുവദിച്ച വിദ്യാർത്ഥികളുടെ ആശങ്ക അകന്നു. പരീക്ഷ മുടങ്ങില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിന് പകരം പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചു. ജയിലിൽ ഇല്ലാത്ത പരീക്ഷാ കേന്ദ്ര ഹാൾ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയത് സാങ്കേതിക പിഴവ് മൂലമെന്ന് ഇഗ്നോ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് ഇന്ത്യയിൽ. വാൻസിന് പ്രധാനമന്ത്രി അത്താഴ വിരുന്നൊരുക്കും. സന്ദർശനം പകരച്ചുങ്കത്തിൽ ഇന്ത്യ അമേരിക്ക ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ F1 വിസ റദ്ദാക്കുന്നതിനെതിരെ ഇന്ത്യൻ ചൈനീസ് വിദ്യാർത്ഥികൾ അമേരിക്കയിൽ നിയമ പോരാട്ടത്തിന്. മുനമ്പം പ്രശ്ന പരിഹാരത്തിന് തടസ്സം. പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്ര നിലപാടിൽ മുനമ്പത്തുകാർക്ക് പ്രതീക്ഷ. LDFും UDFും ജനങ്ങളോട് മറുപടി പറയണം. കേരളത്തിലെ ക്രൈസ്തവർക്ക് BJPയിൽ പൂർണ്ണ വിശ്വാസമാണെന്നും BJP അധ്യക്ഷൻ ന്യൂസ് 18 അഭിമുഖത്തിൽ. വിശദമായ വാർത്തകൾ നോക്കാം. ആദ്യം നമ്മൾ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഷൈനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഇന്ന് കൊച്ചിയിൽ വളരെ നിർണായകമായ യോഗങ്ങൾ നടക്കുകയാണ്. സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതി വിൻസി അലോഷ്യസിന്റെയും ഷൈൻ ടോം ചാക്കോയുടെയും മൊഴിയെടുക്കും. വൈകിട്ട് ചേരുന്ന ഫിലിം ചേംബർ യോഗം ഷൈനെതിരായ നടപടി ചർച്ച ചെയ്യും. ലഹരി കേസിൽ ഷൈന്റെ ചോദ്യം ചെയ്യൽ പക്ഷേ ഉടൻ ഉണ്ടാകില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഇതിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, പോലീസിന്റെ ഭാഗത്ത് നടക്കുന്ന നടപടികൾ. 2, ഈ സിനിമാ മേഖലയിൽ ഈ വിഷയവുമായി നടക്കുന്ന ചർച്ചകൾ, യോഗങ്ങൾ, അതൊക്കെ. അങ്ങനെയെങ്കിൽ ഷൈനെ സംബന്ധിച്ച് സിനിമയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിലിം ചേംബറിന്റെ യോഗം നടക്കുന്നുണ്ട്. ഒപ്പം ഈ സൂത്രവാക്യം സിനിമയുടെ ICയും ഇന്ന് യോഗം ചേർന്ന് മൊഴിയെടുക്കുന്നുണ്ട്. ഈ സൂത്രവാക്യം സിനിമയുടെ അണിയറക്കാർ ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോഴൊക്കെ
അങ്ങനെ ഒരു പരാതി അവർക്ക് കിട്ടിയിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ അതിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഫിലിം ചേംബർ ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നുണ്ട്? ഈ അമ്മയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടല്ലോ, അതെപ്പോഴും ഉണ്ടാവും. ശ്രീജ, വെരി ഗുഡ് മോർണിംഗ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഭവിക്കുന്നത്. അതിലൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ അന്വേഷണമാണ്. മറ്റേത് സിനിമാ സംഘടനകളുടെ അന്വേഷണം. അതിൽ ഫിലിം ചേംബറിന്റെ യോഗം വൈകിട്ട് 3:30 തന്നെ ചേരും. അതിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാം എന്നതിലായിരിക്കും ആ യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. സിനിമയിൽ നിന്ന് മാറ്റി നിർത്തണം, താൽക്കാലികമായിട്ടെങ്കിലും മാറ്റി നിർത്തണം എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ആ രീതിയിലേക്ക് തന്നെയാണോ? ഇപ്പോൾ അഭിനയിക്കുന്ന സിനിമകൾ അങ്ങനെ തുടർന്നോട്ടെ, പുതുതായിട്ടുള്ള ഒരു പ്രോജക്റ്റുകളിലൊന്നും ഷൈൻ ടോം ചാക്കോയെ സഹകരിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണോ ഫിലിം ചേംബർ നീങ്ങുക എന്നത് ഇന്ന് വൈകിട്ടോടുകൂടി നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. അവരെന്തായാലും മാധ്യമങ്ങളെ കാണാമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ ICC കംപ്ലൈന്റ് ആണ്. അതിൽ സൂത്രവാക്യം സിനിമയിലെ സെറ്റിൽ വെച്ചാണ് ഷൈൻ ടോം ചാക്കോയിൽ നിന്നും ഇത്തരത്തിൽ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായതെന്നാണ് നടി വിൻസി അലോഷ്യസ് പറഞ്ഞത്. അവിടെ വെച്ച് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചു, ഷൈൻ്റെ കണ്ണ് വീങ്ങിയതുകൊണ്ട് സിനിമ പോലും താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു വിൻസി പറഞ്ഞത്. പക്ഷെ അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ രംഗത്തെത്തുകയും ചെയ്തത്. അവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് അങ്ങനെ സിനിമ ഷൈൻ ലഹരി ഉപയോഗിച്ചത് കൊണ്ട് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല, വിൻസി അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല എന്നൊക്കെയാണ് സംവിധായകൻ പറയുന്നത്. എന്തായാലും ICC ഇന്ന് യോഗം ചേർന്ന് ഈ സംവിധായകൻ ഈ സിനിമയിൽ അന്ന് വിൻസി പറയുന്ന സംഭവം ഉണ്ടായപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായി അവരെയൊക്കെ വിശദമായി മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിൻസിയോ നേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ ഫോണിലൂടെ ആയിരിക്കും മൊഴിയെടുക്കുക. അതിൽ നമുക്കൊരു കൃത്യത വന്നിട്ടില്ല. ഷൈൻ ടോം ചാക്കോ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് പിതാവ് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോ ഇന്ന് ചിലപ്പോൾ ICCക്ക് മുന്നിൽ വന്ന് മൊഴി നൽകാനുള്ളൊരു സാഹചര്യമാണുള്ളത്. അതിൽ നമുക്കറിയാം ഈ പോഷാക്ട് പ്രകാരം ICCയിലൊക്കെ കംപ്ലൈന്റ് ഒരു ആരോപണ വിധേയനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പോലീസിന് നടപടിയെടുക്കാനുള്ളൊരു സാഹചര്യം, അത്രയേറെ ഒരു അധികാരമുള്ള ഒരു ജുഡീഷ്യറിയുടെ അധികാരം കൂടിയുള്ള ഒരു കമ്മിറ്റിയാണ് ICC. അതുകൊണ്ട് തന്നെ ICCയുടെ ഇന്നത്തെ ഒരു തീരുമാനം അതേറെ നിർണായകം തന്നെയാണ്. ഷൈൻ ടോം ചാക്കോ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അത് പോലീസിനെ അറിയിക്കുവാനും പോലീസിന് നടപടിയെടുക്കാനുള്ള ഒക്കെ ഒരു സാഹചര്യം മുന്നിലുണ്ട്. എന്തായാലും ഇന്ന് വിൻസി അലോഷ്യസിനെയും ഷൈൻ ടോം ചാക്കോയും അന്ന് സംവിധായകനെയും നിർമ്മാതാവിനെയും ഒക്കെ വിശദമായി തന്നെ കേൾക്കും. അതിനുശേഷമായിരിക്കും ICCയുടെ നടപടി. മറ്റേത് ഫിലിം ചേംബറിന്റെ നടപടിയാണ്. ഫിലിം ചേംബറും നിർമ്മാതാവിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി അവിടേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവിന് എന്തെങ്കിലും കാര്യം അറിയാമോ എന്ന് കൂടി തിരക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനിടയിൽ തന്നെ സിനിമ അണിയറ പ്രവർത്തകർക്ക് വലിയ ആശങ്കയുണ്ട്. ഇത് സിനിമയെ അത് മോശമായ രീതിയിൽ ബാധിക്കുമോ, സിനിമ റിലീസിനെത്തുകയാണ്, ഇത് മോശമായ രീതിയിൽ ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും ഇതിനോടകം തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഷൈൻ ടോം ചാക്കോ ഇന്ന് ICCക്ക് മുന്നിൽ ഹാജരായേക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ രാവിലെയോടുകൂടി തന്നെയായിരിക്കും ICCയും യോഗം ചേരുക. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി, അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങളുമുണ്ട്. അതായത് വളരെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഷൈന് ഈ വിഷയത്തിലും ഊരിപ്പോരാൻ കഴിയും ആ രീതിയിലൊക്കെ. കാരണം അതിൻ്റെ ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിന് പകരം പോലീസ് തൽക്കാലം ഈ ചാടിപ്പോയതിന് പിറകെയുള്ള ഒരു ഓട്ടം പോലീസും നടത്തി, അത്ര മാത്രമേ നടക്കുന്നുള്ളൂ എന്ന രീതിയിലൊക്കെ വിമർശനങ്ങളുണ്ട്. നേരത്തെ ഒരു കേസിൽ നമുക്ക് അറിയാവുന്നതാണ് എങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോ ആ കേസിൽ നിന്ന് മുക്തനായതെന്നും കോടതി എത്രമാത്രം രൂക്ഷമായി പോലീസിനെ അതിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ കേസിൽ പോലീസ് അത്തരമൊരു ജാഗ്രത പുലർത്തുന്നുണ്ടോ? തീർച്ചയായും ശ്രീജ, ഇത് പോലീസിനെ സംബന്ധിച്ച് തെളിവുകളാണ് ആവശ്യം. നിലവിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനുള്ള
സാഹചര്യമില്ല, തെളിവുകളില്ല. കാരണം അന്ന് ചാടിപ്പോയ ദിവസം ഷൈൻ ടോം ചാക്കോ ചിലപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ലഹരി കൈവശം വെച്ചിട്ടുണ്ടാകും. അങ്ങനെ തെളിവുകളോട് പിടികൂടിയാൽ മാത്രമേ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ പോലീസിന് ചുമത്താൻ കഴിയൂ. ഈ ചാടിപ്പോയി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ഹാജരാകുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ തെളിവുകൾ, ശക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് പോലീസ് കടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ, അത് നിസ്സാരമായിട്ടുള്ള വകുപ്പുകൾ, ജാമ്യം കിട്ടിയ വകുപ്പുകളാണ്. അതിൽ ഈ സാമ്പത്തിക സഹായം, ഈ ലഹരി ഇടപാടിന് സാമ്പത്തിക സഹായം നൽകി, അതോടൊപ്പം തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നു, ഇതിന്റെ ഒരു ഗൂഢാലോചന നടത്തി എന്നീ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസ് പറയുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചാൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തും എന്ന് തന്നെയാണ്. അതിന്റെ ഫലമായി തന്നെയാണ് ഇപ്പോൾ വൈദ്യപരിശോധന അടക്കം ഷൈനെ കൊണ്ടുപോവുകയും സ്രവ പരിശോധന, ഈ ലഹരി ഉപയോഗിക്കുന്ന ആളാണോ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന ഒക്കെ നടത്തിയത്. ആ പരിശോധനാ ഫലം ലഭിക്കാൻ 1 മാസമെങ്കിലും വേണ്ടിവരും. അതിനുള്ളിൽ തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഷൈനെതിരെ ശേഖരിക്കുക എന്നത് തന്നെയാണ് പോലീസിന്റെ നീക്കം. അതിന്റെ ഭാഗമായി അന്ന് കഴിഞ്ഞ ദിവസം ഷൈൻ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നതിന് മുൻപ് 21-നോ 22-നോ ഹാജരാകണമെന്നായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത്. ഷൈൻ എന്ന് പറഞ്ഞത് 21-ാം തീയതി തിങ്കളാഴ്ച 10 മണിക്ക് തന്നെ ഹാജരാകാമെന്നാണ്. പക്ഷേ ഇന്നലെ പോലീസ് ഷൈൻ്റെ മൊഴി വിശദമായി പരിശോധിച്ചു. അപ്പോൾ കമ്മീഷണറുടെ ഒരു അഭിപ്രായം കൂടി, കമ്മീഷണറുടെ നേതൃത്വത്തിൽ കൂടി ഒരു യോഗം ചേരേണ്ടതുണ്ട്. 2 ദിവസമായി അവധിയായി, കഴിഞ്ഞ 2 ദിവസമായി കമ്മീഷണർ അവധിയായിരുന്നു. അവധികൾക്ക് ശേഷം ഇന്ന് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ രാവിലെ തന്നെ 10 മണിയോടുകൂടി തന്നെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരും. ആ യോഗത്തിലായിരിക്കും ഷൈൻ ടോം ചാക്കോ അന്ന് നൽകിയ മൊഴി വിശദമായി പരിശോധിക്കുക. അത് റെക്കോർഡ് വരെ ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡുകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം വിദഗ്ധ നിയമോപദേശം അടക്കം തേടും. കൂടുതൽ വകുപ്പ് ചുമത്താനുള്ള ഒരു സാഹചര്യം ഇതിലുണ്ടോ എന്ന്. ആ യോഗത്തിന് ശേഷമായിരിക്കും ഈ അന്ന് ചോദ്യം ചെയ്ത ACPമാരും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുമായിരിക്കും ആ യോഗത്തിൽ ഉണ്ടാകുക. ആ യോഗത്തിന് ശേഷമായിരിക്കും ഇനി എന്നാണ് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടത് എന്നൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും തൽക്കാലം ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യൽ വൈകും. അതിന് കാരണം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ പോലീസിനുള്ളൂ. മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലോ അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള ഇടപെടലോ ഒന്നും തന്നെ ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിടുന്നതിനോ അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ ഈ കേസിൽ നിന്നും ഊരിക്കൊണ്ടു പോകുന്നതിനോ ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഷൈൻ ടോം ചാക്കോയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ഈ കൊക്കൈൻ കേസിൽ ഉൾപ്പെടെ ഉണ്ടായ നടപടി കുറ്റമുക്തനാക്കപ്പെട്ട സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് പോലീസ് അത്തരത്തിലൊരു നടപടിയിലേക്കും കടക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് 2ാം പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആഘോഷവും പ്രദർശനവും ഒക്കെ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഈ ആഘോഷ പരിപാടികളൊക്കെ ഒരു ധൂർത്താണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. പ്രതിപക്ഷ നേതാക്കൾ പരിപാടികൾ ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി KV ബൈജുവും ഒപ്പം ഡാൻ കുര്യനും ചേരുന്നുണ്ട്. ആദ്യം ബൈജുവിലേക്ക്. ബൈജു, 4ാം വാർഷികാഘോഷങ്ങൾ അതിഗംഭീരമായി തന്നെ കൊണ്ടാടാനാണ് സർക്കാർ ആലോചിച്ചിട്ടുള്ളത്. അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ജനങ്ങളുടെ മനസ്സിലൊക്കെ നിലനിൽക്കുന്ന തരത്തിലുള്ളൊരു ആഘോഷമാക്കി മാറ്റാനാണ് തയ്യാറെടുപ്പ്. അതിനുള്ള ചെലവിനെ കുറിച്ചൊക്കെ നേരത്തെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഈ കാലിക്കടവിൽ നമ്മൾ പല യോഗങ്ങളും കണ്ടിട്ടുണ്ട്. ഈ വാർഷികാഘോഷങ്ങൾ അവിടെ ഇങ്ങനെ തുടങ്ങുമ്പോൾ എന്തൊക്കെ തരത്തിലാണ് ഇത് ഗംഭീരമാക്കാൻ ആലോചന? എങ്ങനെയൊക്കെയാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്? അതെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം അത് വിപുലമായി ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് 10 മണിക്ക് പിരിക്കോട് കാലിക്കടവ് മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിൽ നടക്കുന്നത്. ഈ പരിപാടിയിൽ മുഴുവൻ മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരിപാടിക്കെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു കഴിഞ്ഞു. കാരണം ഇതിൽ പ്രധാനമായും ഈ സർക്കാർ വ്യക്തമാക്കുന്നത് 9 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ്. എന്നാൽ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിനുള്ളിലെല്ലാം മുന്നൊരുക്കങ്ങൾ കൂടിയായി
ആയി വേണം ഈ പരിപാടിയെ കാണാൻ. അത്രത്തോളം വിപുലമായ പരിപാടിയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേള കൂടി ഒരുക്കുന്നുണ്ട്. 200ഓളം സ്റ്റാളുകൾ, ഒപ്പം വിവിധ സെമിനാറുകൾ, കലാപരിപാടികൾ, അങ്ങനെ വലിയ തോതിലുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇന്ന് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമുക്കറിയാം, നവകേരള സദസ് സംഘടിപ്പിക്കുമ്പോഴൊക്കെ പൗരപ്രമുഖരുമായുള്ള ഒരു കൂടിയാലോചന ഓരോ ജില്ലകളിലും മുഖ്യമന്ത്രി നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ഒരു പരിപാടിയും ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. 12 മണിക്ക് കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബ്ബിലാണ് ഇങ്ങനൊരു പരിപാടി ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് വലിയ തോതിലുള്ള റാലിയും അതുപോലെ തന്നെ പൊതുസമ്മേളനവും കാഞ്ഞങ്ങാട് നഗരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു പരിപാടി തന്നെയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഇതിന്റെ സംഘാടക സമിതി ചെയർമാൻ. അദ്ദേഹം ജില്ലയിൽ ക്യാമ്പ് ചെയ്തായിരുന്നു ഇതിന്റെ തുടർ പ്രവർത്തികളൊക്കെ നടത്തിയിരുന്നത്. ഏതായാലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് കാസർഗോഡ് നടക്കുന്നത്. എന്തായാലും ഏതൊക്കെ തരത്തിലുള്ള വിവാദങ്ങൾ ഇനി വരും സമയങ്ങളിൽ ഉയരുമോ അതൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കും. അത്രത്തോളം വലിയ പരിപാടിയാണ്. പ്രതിപക്ഷം പൂർണ്ണമായും ഈ പരിപാടി ബഹിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാനമായും അവർ പറയുന്നത് കഴിഞ്ഞ 4 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണം അത് പരാജയമായിരുന്നു. ഒപ്പം പിണറായി വിജയനും കുടുംബവും സർക്കാരും ഒക്കെ അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ പരിപാടി നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആശാ വർക്കർമാരുടെ സമരമാണ്. ഈ സമരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തീർക്കാതെ പണമില്ലെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വലിയ പണം ചെലവാക്കി ഇത്തരത്തിൽ പരിപാടി നടത്തുന്നതിനോട് യോജിക്കാൻ പറ്റില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഈ പരിപാടിക്ക് അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ UDFന്റെ ബഹിഷ്കരണം ഉള്ളതുകൊണ്ട് തന്നെ ജില്ലയിലെ MP എന്ന നിലയിലും അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അപ്പോഴും ഈ പരിപാടി ഗംഭീരമാക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അത്രത്തോളം വലിയ വിപുലമായ പരിപാടിയാണ് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇനി ഒരു മാസക്കാലം സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷം ആയിരിക്കും സംസ്ഥാനമുടനീളം നമുക്ക് കാണാൻ സാധിക്കുക. ശ്രീജ. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഒരു 3ാം പിണറായി സർക്കാരിനുള്ള മുന്നൊരുക്കം തന്നെയാണ് ഈ വാർഷികാഘോഷ പരിപാടികളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അതിനായി ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനിടയ്ക്ക് വരും. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വിപുലമായ ആഘോഷമാണെങ്കിലും ഈ ധൂർത്ത എന്ന ആരോപണം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ ഹോർഡിങ്ങുകൾക്ക് മാത്രം ചെലവാക്കുന്നത് കോടികളാണ് എന്ന വിവരങ്ങളൊക്കെ ഇതിനകത്ത് പുറത്തു വരുന്നുണ്ട്. പ്രതിപക്ഷം ഈ വിഷയങ്ങളെ, ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം നമ്മൾ കണ്ടു. പക്ഷെ പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? കാരണം ഒരു വിശദമായ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാണ് വാർഷികാഘോഷം സംഘടിപ്പിക്കുക. അതിനെ എങ്ങനെ പ്രതിപക്ഷം പ്രതിരോധിക്കും? എങ്ങനെയൊക്കെയാണ് ഈ ആഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഒപ്പം പ്രതിപക്ഷത്തിന്റെ പ്രതിരോധം എങ്ങനെയാണ്? ശ്രീജ, സർക്കാരിന്റെ 9 വർഷത്തെ, പിണറായി വിജയൻ സർക്കാരിന്റെ 9 വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരിക്കും ഈ 4ാം വാർഷികത്തിന്റെ ഭാഗമായി 14 ജില്ലകളിലും വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുകയും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഓരോ ജില്ലകളിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. പക്ഷേ അതിന് പിന്നാലെയാണ് പ്രതിപക്ഷം വലിയ വിമർശനവുമായി ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത്. സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് ഒരു വശത്ത് സർക്കാർ പറയുമ്പോൾ മറുവശത്ത് അനാവശ്യമായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ചെലവാക്കുന്ന തുകയ്ക്ക്, അതായത് ധനാനുമതി നൽകിയ കോടിക്കണക്കിന് രൂപയുടെ തുകയ്ക്ക് കൃത്യമായി ഏത് തരത്തിലാണ് ഈ പണം ചെലവാക്കുന്നതെന്ന് സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പ്രചാരണം സംസ്ഥാനത്ത് മുഴുവൻ നടത്തുന്ന തരത്തിലേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ നീളും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ആശാവർക്കർമാരുടെ ഉൾപ്പെടെ സമരം ഇപ്പോഴും ഏതാണ്ട് 2 മാസം പിന്നിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തുടരുകയാണ്. സർക്കാർ വ്യക്തമാക്കുന്ന കാര്യം, അവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെക്കുന്ന അത്രയധികം തുക ഉയർത്തി കൊടുക്കുന്നതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി, ധനശേഷി സംസ്ഥാനത്തിനില്ല എന്നാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊരു വാർഷികവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട വിപുലമായ പരിപാടികൾ കാസർഗോഡ് നിന്ന് തുടങ്ങി മറ്റ് ജില്ലകളിലേക്കൊക്കെ കടന്നു വരാനിരിക്കുന്നത്. അതിന് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനുള്ള നീക്കമുണ്ടാകും. അതോടൊപ്പം BJPയുടെ ഭാഗത്തുനിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടാകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. അതിനിടയിലാണ് സർക്കാരിന്റെ ഈ 4ാം വാർഷികാഘോഷം വരുന്നത്. അപ്പോൾ ഈ കേന്ദ്ര പദ്ധതികൾ ആ പേര് മാറ്റി സംസ്ഥാനം ഇവിടെ കേന്ദ്ര പദ്ധതികൾ സ്വന്തം പേരിൽ നടപ്പിലാക്കുകയാണ് എന്ന ഒരു പ്രചാരണം
BJPയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന വ്യാപകമായി തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സർക്കാരിന്റെ നേട്ടങ്ങളല്ല, കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളാണ് സ്വന്തം ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം മുഖ്യമന്ത്രിയും ഇടതു സർക്കാരും നടത്തുന്നതെന്ന് വിമർശനം ശക്തമാക്കുന്ന തരത്തിലുള്ള നടപടികൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് ഏത് തരത്തിലായിരിക്കാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാരും ഈ വാർഷികവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരിപാടികളിന് മറുപടി നൽകുക, പ്രതിരോധം തീർക്കുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ കേരളം എന്ന പേരിൽ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ തുടങ്ങുന്ന ആഘോഷ പരിപാടികൾ അത് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിലാണ് അവസാനിക്കുക. ഒരു മാസം നീളുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. എല്ലാ ജില്ലയിലും പരിപാടിയിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കും. നമ്മൾ കഴിഞ്ഞ വർഷം നവകേരള യാത്രയൊക്കെ കണ്ടതാണ്. അതിന് സമാനമായ രീതിയിൽ യാത്രയില്ല, പകരം ഓരോരോ ജില്ലകളിലായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് മുഖ്യമന്ത്രി മടങ്ങിയെത്തും. വലിയ വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് വലിയ ധൂർത്ത് നടത്തുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും ഒക്കെ ആരോപണം. കാസർഗോഡ് കാലിക്കടവിൽ തുടങ്ങുന്ന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികൾ ധൂർത്താണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ആശാ വർക്കർമാർക്ക് നൽകാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാരാണ് വാർഷികാഘോഷത്തിന്റെ പേരിൽ കോടികൾ ചെലവാക്കുന്നത്. സർക്കാരും മുഖ്യമന്ത്രിയുടെ കുടുംബവും അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും ധൂർത്തിന് യാതൊരു കുറവുമില്ലെന്നും ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ആരംഭിക്കുകയാണ്. ഏതായാലും UDF ഈ പരിപാടി ബഹിഷ്കരിച്ചിട്ടുണ്ട്. നമ്മോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് ചേരുന്നത്. MP, ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? എന്താണ് പറയാനുള്ളത്? എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കോൺഗ്രസ് MP എന്നുള്ള നിലയ്ക്ക്, ഒരു UDF MP എന്ന നിലയ്ക്ക് UDF 4ാം വാർഷികം ബഹിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായി അതെനിക്കും ബാധകമാണ്. ഈ ഗവൺമെൻറ് 4ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുക്കില്ല. പ്രധാനമായി എന്താണ് ഈ ബഹിഷ്കരണത്തിന് കാരണം പറയുന്നത്? അല്ലേ, ഇപ്പം ബഹിഷ്കരിക്കാൻ ഈ ഗവൺമെൻറ്റിനെ ആഘോഷിക്കാൻ എന്താ ഉള്ളത്? കഴിഞ്ഞ 4 വർഷക്കാലം ഭരണ പരാജയമല്ലാതെ എന്താ ഉള്ളത്? ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. 1. 2, ഈ അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും ധൂർത്തിന് യാതൊരു കുറവുമില്ല. കെടുകാര്യസ്ഥത. ആശാ വർക്കർമാർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 60 ദിവസം കഴിഞ്ഞു. ഈ കാസർഗോഡ് മാത്രമേ 60 കോടി രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ആഘോഷത്തിന് വേണ്ടി ചിലവാക്കുന്നത്. അതിലൊരു ചെറിയ പങ്ക് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ആശാ വർക്കർമാർ ചെയ്യുന്ന സേവനം മാനിച്ച് ഒരു തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടിയുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അവരുടെ ആ സമരം ഒത്തീർപ്പാക്കണ്ടേ? ഇതൊക്കെ ഈഗോയാണ്. കാര്യം അതിന് ഒരു രാഷ്ട്രീയ നിറം കൊടുത്ത്, ഒരു മാനം കൊടുത്ത് ഈ സമരം വിജയിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ആശാ വർക്കർമാരുടെ യൂണിയൻ പൊളിയും എന്ന് ഭയന്നിട്ടാണ് അത് ചെയ്യാത്തത്. 1. 2. രണ്ടാമത്തെ കാര്യം, ക്ഷേമ പെൻഷനുകളെല്ലാം നിർത്തിയിട്ട് മാസങ്ങൾ പലത് കഴിഞ്ഞു. അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 4 മാസമായി കുടിശ്ശികയാണ്. കേന്ദ്രം പറയുന്നു ഞങ്ങൾ പൈസ കൊടുത്തു, കേരളം പറയുന്നു പൈസ കിട്ടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വട്ട് തട്ടുകയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ്. കോൺട്രാക്ടർമാർക്ക് നമുക്കറിയാമല്ലോ, പഞ്ചായത്തിലൊന്നും വികസനത്തിന് ഫണ്ട് കൊടുക്കുന്നില്ല. പഞ്ചായത്തിലൊരു വികസന പ്രവർത്തനം നടക്കുന്നില്ല. ഫണ്ട് കൊടുത്തതായിട്ട് പ്രഖ്യാപിക്കുക, എന്നിട്ട് ട്രഷറി ചെല്ലുമ്പോൾ പണമില്ല, അവസാനം ആ പണം തിരിച്ചു പിടിക്കുക. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ, അതായത് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് സകല വികസനവും താഴെത്തട്ടിലാണ്. ഒരു വികസനവും നടക്കുന്നില്ല. ഒരു വാർഷികം ആഘോഷിക്കാൻ ഇവർക്ക് യാതൊരു യോഗ്യതയില്ല. എവിടെ നിന്നാണ് ഈ പണം? നിങ്ങൾ കാലിക്കടവിൽ പോയി നോക്ക്. കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് കട്ടൻ ചായയും പരിപാടിയെന്ന് പറയുക എയർ കണ്ടീഷനാണ്. മനസ്സിലായില്ലയോ? ഇതൊക്കെ തീയിൽ കുരുത്ത പ്രസ്ഥാനമല്ലേ, വെയിലത്ത് വാടത്തില്ലല്ലോ. അപ്പോൾ എത്ര പവർ യൂണിറ്റുകളാണ് അവിടെ കിടക്കുന്നത് നോക്ക്, ഒന്നാലോചിച്ച് നോക്കെ. അപ്പോൾ ഇത് വീണ്ടും പണമില്ലാത്തൊരു ഗവൺമെൻറ്, കോടാനുകോടി രൂപയുടെ കടം വരുത്തി വെച്ചൊരു ഗവൺമെൻറ്, കേന്ദ്രത്തിനെതിരെ പണമില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ഗവൺമെൻറ്, ഇന്ന് ഈ 4ാം വാർഷികത്തിൻ്റെ ധൂർത്ത് എന്തിനാന്ന് വെച്ചാൽ 5ാം വാർഷികം ആയിക്കഴിഞ്ഞാൽ പിന്നെ 3ാം ഭരണം വരുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഗിമ്മിക്കാണത്. ഈ ഗിമ്മിക്കുമായി UDFന് സഹകരിക്കാനാവില്ല. ഇത് ജനവഞ്ചനയാണ്. ഇത് ജനപക്ഷത്തു നിന്നുള്ള ഒരു ആഘോഷമല്ല, ജനവിരുദ്ധമായ ആഘോഷമാണ്. അതുകൊണ്ടാണ് UDF ഞങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. പരാജയമായ ഒരു സർക്കാർ ഇത്തരത്തിൽ ആഘോഷം നടത്തുന്നതോട് യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. അത് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP വ്യക്തമാക്കുന്നത്. എന്തായാലും UDF ഈ പരിപാടി ബഹിഷ്കരിച്ചിട്ടുമുണ്ട്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.
BJP സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കമാവുകയാണ്. മെയ് 10 വരെ നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാന പ്രസിഡന്റ് നേരിട്ടെത്തി പ്രവർത്തകരോട് സംസാരിക്കും. എല്ലാ ജില്ലകളിലും നടക്കുന്ന വികസിത കേരളം കൺവെൻഷനിൽ BJPയുടെ മിഷൻ 2025 സംസ്ഥാന പ്രസിഡന്റ് അവതരിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുകയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം. യാത്രാ ദിവസങ്ങളിൽ രാവിലെ 8:30 ജില്ലാ കോർ കമ്മിറ്റി അംഗങ്ങളും മണ്ഡലം പ്രസിഡന്റുമാരും പങ്കെടുക്കുന്ന യോഗവും 10 മണി മുതൽ 12 വരെ വികസിത കേരളം കൺവെൻഷനും നടക്കും. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മുതലുള്ള നേതാക്കളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുക. തദ്ദേശ സ്ഥാപനങ്ങളിലെ നിലവിലെ അംഗങ്ങൾ, മുൻ അംഗങ്ങൾ, 2ാം സ്ഥാനത്തെത്തിയവർ, NDA നേതാക്കൾ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് ഇൻചാർജുമാരെയും യോഗത്തിൽ പ്രഖ്യാപിക്കും. കൺവെൻഷന് ശേഷം ജില്ലയിലെ പ്രധാന വ്യക്തികളെ സംസ്ഥാന അധ്യക്ഷൻ നേരിൽ കാണും. വൈകിട്ട് 4 മണി മുതൽ 6 വരെ 2ാമത്തെ സംഘടനാ ജില്ലയിലെ വികസിത കേരളം കൺവെൻഷൻ നടക്കും. വൈകിട്ട് 6 മുതൽ 7:30 വരെ ജില്ലാ കോർ, മണ്ഡലം പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന നേതൃയോഗവും ചേരും. ഇന്ന് തൃശൂർ സിറ്റി ജില്ലയുടെയും ഉച്ചയ്ക്ക് ശേഷം തൃശൂർ സൌത്ത് ജില്ലയുടെയും കൺവെൻഷനുകൾ നടക്കും. മെയ് 10 പാലക്കാട് വെസ്റ്റ് ജില്ലയിലെ കൺവെൻഷനോടെയാണ് പരിപാടികൾ സമാപിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിയ ശേഷം രാജീവ് ചന്ദ്രശേഖർ ആദ്യമായി നടത്തുന്ന സംസ്ഥാനതല യാത്രയാണ് ഇന്ന് ആരംഭിക്കുന്നത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഒരു സംഘടനാ പദവിയിലേക്ക് സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ആദ്യമായി ആണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുന്നിലുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, അത് കഴിയുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ പാർട്ടി സംവിധാനത്തെ മുഴുവൻ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ഈ നടത്തുന്ന ഈ യാത്ര എങ്ങനെയൊക്കെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ യാത്ര കൊണ്ട് അവർ ശരിക്കും ഉദ്ദേശിക്കുന്നത്? ശ്രീജ, ഗ്രൂപ്പുകൾക്ക് അതീതമായി BJPയെ സംസ്ഥാന തലത്തിൽ ശക്തിപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു യാത്രയ്ക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ തയ്യാറെടുത്തത്. അതായത് ഏതാണ്ട് 30 കേന്ദ്രങ്ങളിലേക്ക് ഈ യാത്ര എത്തുന്നതിലൂടെ സംഘടനയെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഒരേപോലെ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ഒരു ബേസ് ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന, അദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ബേസ് ഈ യാത്രയ്ക്ക് പിന്നാലെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. പ്രധാനമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനിടയിൽ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങളുണ്ട്. അതിനെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് കൃത്യമായി സ്വാധീനമുറപ്പിക്കാൻ ഈ ഒരു യാത്രയിലൂടെ കഴിയും എന്ന് തന്നെയാണ് BJP നേതാക്കളുടെ വിലയിരുത്തൽ. അതോടൊപ്പം സംഘടനയെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിനോടനുബന്ധിച്ച് ഊർജിതമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതുപോലെ കേന്ദ്ര പദ്ധതികൾ ഏതൊക്കെയാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കിയത്, അതിന് ഏതൊക്കെ തരത്തിലാണ് സംസ്ഥാനത്ത് പ്രയോജനം ലഭിച്ചത്, ദേശീയപാതാ പദ്ധതികൾ ഏതൊക്കെയാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കിയത്, ഇതൊക്കെ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രചാരണ പരിപാടികൾ തുടങ്ങും BJP എന്ന് പറഞ്ഞിരുന്നു. അത് കൃത്യമായി ഈ ഒരു യാത്രയിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങുക എന്നൊരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ എടുത്തിരുന്നു. ആ ഹെൽപ്പ് ഡെസ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന തരത്തിലേക്ക് അതിനെ പ്രയോജനപ്പെടുത്തുക എന്നൊരു നീക്കമായിരുന്നു അവർ മുന്നിൽ കണ്ടിരുന്നത്. അതിന്റെ ഔദ്യോഗികമായ തുടക്കവും ഈ യാത്രയോടനുബന്ധിച്ച് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സംഘടനയെ സംസ്ഥാനത്തെ മുഴുവൻ ശക്തിപ്പെടുത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായി 30 ഇടങ്ങളിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ ഈ യാത്രയുടെ ഭാഗമായി എത്തുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയെ സംഘടനാ തലത്തിൽ താഴെത്തട്ടു മുതൽ ഊർജിതമാക്കി ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇനി നിലമ്പൂർ അംഗത്തിലേക്ക്. UDF പ്രവേശനത്തിനുള്ള അൻവറിന്റെ സമ്മർദ്ദത്തിന് പിടികൊടുക്കാതെ കോൺഗ്രസ്. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനാണ് അൻവറിന്റെ നീക്കമെന്നാണ് സൂചന. സ്ഥാനാർത്ഥിത്വത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുകയാണ് ആര്യാടൻ ഷൌക്കത്തും VS ജോയും. ഇടതുമുന്നണിയിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ CPM സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഇന്ന് നിലമ്പൂരിലെത്തുന്നുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അനുമോദ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപ് തന്നെ
നിലമ്പൂർ എന്തായാലും ഇങ്ങനെ വിവാദങ്ങൾ കൊണ്ട് ആവേശത്തിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ PV അൻവർ സ്വയം ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് രംഗത്തെത്താനാണോ സാധ്യത? അതായത് തൃണമൂൽ വഴി വരണ്ട, പകരം അൻവർ ഒറ്റയ്ക്ക് വന്നാൽ വലിയ കുഴപ്പമില്ല എന്നൊരു നിലപാട് കോൺഗ്രസിനുണ്ടോ? എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. UDF-ലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഒരു അനിശ്ചിതത്വം, അതാണ് ഇവിടെ ഇപ്പോൾ പല അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ടെങ്കിലും അൻവറിനോട് അടുത്ത വൃത്തങ്ങളും ഒക്കെ വ്യക്തമാക്കുന്ന അൻവർ ഇത്തവണ മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ സാധ്യത കുറവാണ്. പക്ഷേ അൻവർ അവിടെ ഒരു സമ്മർദ്ദം ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അൻവർ ഒരുപക്ഷെ UDF-ലേക്കുള്ള തൻ്റെ പ്രവേശനം, തൻ്റെ മുന്നണിയുടെ പ്രവേശനം അത് വേഗത്തിലാക്കുവാൻ, തൻ്റെ പാർട്ടിയുടെ പ്രവേശനം മുന്നണിക്ക് ഭാഗമാക്കുവാൻ ചെലുത്തുന്ന സമ്മർദ്ദമായിട്ട് വേണം ഒരു പക്ഷേ ഇതിനെ കാണുവാൻ. കാരണം UDF-നെ സംബന്ധിച്ച് ഇപ്പോൾ ഏറെ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ അൻവറിൻ്റെ പരിപൂർണ പിന്തുണ ലഭിക്കാതിരുന്നാൽ അത് ഒരുപക്ഷെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം കൂടി വന്നു കഴിഞ്ഞാൽ UDF പ്രതീക്ഷിക്കുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കും. അപ്പോൾ അൻവറിനെ വിശ്വസിച്ച് ഒപ്പം കൂട്ടി അൻവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകി അൻവറിനെ സമവായത്തിലെത്തിക്കുകയാണ് ഇപ്പോൾ UDF ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ട സമവായ ചർച്ചകൾ പല ഭാഗത്തുനിന്നും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അൻവറിൻ്റെ UDF പ്രവേശനം സംബന്ധിച്ച് ഒരു ഉറപ്പ് ഒരുപക്ഷെ നേതൃത്വം നൽകിയേക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് അൻവറിൻ്റെ ഒപ്പമുള്ളവരും മറ്റും നടത്തുന്ന ആ ഒരു അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഒരു തടയിടുവാനും അതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അൻവർ ഇപ്പോൾ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ അത് UDF-ലേക്കുള്ള തൻ്റെ പ്രവേശനം കുറെ കൂടി വേഗത്തിലാക്കാനുള്ളൊരു സമ്മർദ്ദതന്ത്രമായിട്ടാണ് UDF കാണുന്നത്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം ആര്യടൻ ഷൗക്കത്ത്, VS ജോയ് എന്നീ രണ്ട് പേരുകളിൽ തന്നെ ചർച്ച പുരോഗമിക്കുന്നുണ്ട്. രണ്ട് നേതാക്കൾ ആത്മവിശ്വാസത്തോടെ തന്നെ ആണ് മുന്നോട്ട് പോകുന്നത്. സാമുദായിക ഘടകങ്ങളും അതേപോലെ നിലമ്പൂരിൻ്റെ പാരമ്പര്യമായിട്ടുള്ള വോട്ട് ബാങ്കിലെ വലിയ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയൊക്കെ ഉണ്ടെന്ന് ആര്യടൻ ഷൗക്കത്ത് അവകാശപ്പെടുമ്പോൾ മാറിയ സാഹചര്യം, ആ സാഹചര്യത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ, വിവാദങ്ങൾ ഒന്നും ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു ചരിത്രം, യുവാവ് എന്ന പരിഗണന, അതിലുപരി PV അൻവറിൻ്റെ എല്ലാവിധവുമുള്ള സർവ്വ പിന്തുണയും ഉണ്ട് എന്ന അവകാശവാദം, ഇതൊക്കെ ജോയിയെ സംബന്ധിച്ചും ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അനുകൂലമാകുന്ന ഘടകങ്ങളാണ് ജോയിയെ പിന്തുണയ്ക്കും കരുതുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കൾ തമ്മിലും നേതൃത്വത്തിലും ഈ രണ്ട് കാര്യങ്ങളിലും ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് പേരുകൾക്കപ്പുറം മറ്റൊരു സാധ്യത കുറവാണ് എന്നാണ് ഈ ഘട്ടത്തിലും നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാലുടൻ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പ്രകടിപ്പിക്കുമ്പോഴും ഇത് സംബന്ധിച്ച് പരക്കുന്ന അഭ്യൂഹങ്ങൾ അത് ഓരോ ദിവസവും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. PV അൻവറിൻ്റെ നിലപാട് വീണ്ടും നിർണായകമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും അവരുടെ പ്രവർത്തനം താഴെത്തട്ടിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എം സ്വരാജനാണ് തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ളത്. അദ്ദേഹം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് തന്നെയായിരിക്കും പ്രവർത്തിക്കുക. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഒരു മത്സരം UDF-ൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം പറയാമെന്നുള്ള നിലപാടുകൾക്ക് മാറ്റം വരുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. എന്നാലും സ്ഥാനാർത്ഥിത്വം, ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതി, ഇതൊക്കെ വലിയ അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും നിലമ്പൂരിൽ വഴിയൊരുക്കുന്നുണ്ട്. അതിന് ഒരുപക്ഷെ കൃത്യമായ ഉത്തരം ലഭിക്കണമെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ഘട്ടം വരെ തന്നെ കാത്തിരിക്കേണ്ട സാഹചര്യമാണുള്ളത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ നിലമ്പൂർ വാർത്തകളിൽ വളരെ സജീവമായി ഇടം പിടിക്കുകയാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം തന്നെ ഒരു വലിയ വാർത്തയാവുകയാണ്. എങ്ങനെയൊക്കെയാണ് ഇനി ഇത് കലങ്ങി തെളിയുന്നത് എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിനായി CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇന്ന് ചേരും. 4 ഒഴിവുകളാണ് സെക്രട്ടേറിയറ്റിലുള്ളത്. യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകാൻ മുതിർന്ന ചില അംഗങ്ങളെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കാനും സാധ്യതയുണ്ട്. KC വിക്രമൻ, പുത്തൻകട വിജയൻ, ആനാവൂർ നാഗപ്പൻ എന്നിവർക്ക് പുറമെ സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട DK മുരളിയുടെ ഒഴിവും ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ട്. ഒഴിവുകൾ 4 മാത്രമാണുള്ളതെങ്കിലും അവകാശവാദവുമായി ഡസനിൽ ഏറെ പേരുണ്ട്. MLA-മാരായ CK ഹരീന്ദ്രനും IB സതീഷും സെക്രട്ടേറിയറ്റിൽ എത്താൻ സാധ്യതയേറെയാണ്. KN ആൻസലനും പരിഗണിക്കപ്പെട്ടേക്കാം. അച്ചടക്ക നടപടിയെടുത്ത സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്തിയ VK മധുവിനു വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ ശക്തമായി രംഗത്തുണ്ട്. PS ഹരികുമാർ, SK പ്രീജ, DYFI നേതാവ് ഷിജു ഖാൻ, ഷൈലജ ബീഗം,
മടവൂർ അനിൽ എന്നിവരുടെ പേരുകളും ചർച്ചകളിൽ സജീവം. ദീർഘകാലമായി സെക്രട്ടേറിയറ്റിൽ തുടരുന്നവരിൽ ചിലരെങ്കിലും പുതുതലമുറയ്ക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കണമെന്ന അഭിപ്രായവും ശക്തമാണ്. നേതാക്കൾ തമ്മിലുള്ള കടുത്ത ശത്രുതയും പിണക്കങ്ങളുമാണ് തലസ്ഥാനത്തെ പാർട്ടിയുടെ പ്രധാന പ്രശ്നമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഓരോ നേതാവും ഓരോ തുരുത്തായി നിൽക്കുന്നെന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ പറയേണ്ടി വന്നു. അത്തരം സമീപനങ്ങൾ അവസാനിപ്പിക്കാൻ തക്ക ടീം വരണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. എം.വി. ഗോവിന്ദന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിലപാടുകൾ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. മുനമ്പം വഖഫ് കേസിൽ വഖഫ് ട്രൈബ്യൂണലിൽ ഇന്ന് വാദം തുടരും. കഴിഞ്ഞ ദിവസങ്ങളിൽ വഖഫ് ആധാരവും പറവൂർ സബ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകൾ പരിശോധിച്ച കോടതി ഭൂമി ഏറ്റെടുത്ത വഖഫ് ബോർഡിന്റെ നടപടിയാകും ഇന്ന് പരിശോധിക്കുക. എന്നാൽ കേസിൽ അന്തിമ വിധി പറയുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ വാദം തുടരുന്നത് സംബന്ധിച്ച ട്രൈബ്യൂണൽ ജഡ്ജി രാജൻ തട്ടിലിന്റെ നിലപാട് നിർണായകമാകും. മെയ് മാസം പകുതിയോടെ സ്ഥലം മാറ്റമുള്ള ജഡ്ജി വാദം കേൾക്കുന്നത് മാറ്റിവെക്കുമോ അതോ അത് തുടരുമോ എന്നത് ഇന്നറിയാം. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ആദ്യം അറിയേണ്ടത് ഈ വാദം കേൾക്കൽ ഇന്ന് ഉണ്ടാവുമോ ഇല്ലയോ എന്നതാണ്. അതിനുശേഷമാണ് അടുത്തത് എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ഇന്ന് ട്രൈബ്യൂണലിന്റെ മുൻപിൽ പരിഗണനയ്ക്ക് വരിക എന്നതാണ്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഹൈക്കോടതി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് വാദം കേൾക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ശ്രീജ, ഒരു സങ്കീർണമായ വിഷയമായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. കാരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തരമായി ഹർജി കേട്ടാണ് ഈ ട്രൈബ്യൂണൽ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് അവധി ദിനങ്ങൾ ഒഴിവാക്കി എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും കേസ് കേൾക്കുക, വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ വിധി പ്രഖ്യാപിക്കുക എന്ന ഒരു തരത്തിലുള്ള വാദമാണ് പോയത്. അതായത് 2-3 മണിക്കൂറുകളിലധികമായി എല്ലാ ദിവസവും, അതായത് ട്രൈബ്യൂണലിൻ്റെ രാവിലെയുള്ള പൂർണ്ണ പ്രവൃത്തി സമയം ഇതിനായി തന്നെ മാറ്റിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിനിടയിലാണ് വഖഫ് ബോർഡ് കോടതിയെ സമീപിക്കുകയും പിന്നീട് ഇത്തരത്തിലൊരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അതായത് വാദം കേൾക്കാമെങ്കിലും ഈ കേസിൽ വിധി പറയരുത് എന്ന നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അങ്ങനൊരു ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വളരെ അടിയന്തരമായി ഈ ഹർജി കേട്ടാലും ഒരു വിധി പറയലിലേക്ക് നീങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മെയ് പകുതിയോടുകൂടിയാണ് നിലവിലെ ഈ ട്രൈബ്യൂണലിലെ ജഡ്ജിയായ രാജൻ തട്ടിലിന് സ്ഥലമാറ്റം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അക്കാര്യം അറിയുകയും ചെയ്തതാണ്. അതുകൊണ്ട് അതിനുള്ളിൽ ഈ വിധി പ്രഖ്യാപിക്കുക എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വിധി പറയരുത് എന്ന ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അടിയന്തരമായി കേസ് പരിഗണിച്ച് അതിലൊരു വിധി പ്രസ്താവത്തിലേക്ക് നീങ്ങി പുറത്ത് പറയാതെ വിധി തയ്യാറാക്കി വെക്കുമോ അതോ ഈ കേസ് ഒഴിഞ്ഞ ശേഷം പുതിയ ജഡ്ജി വന്ന ശേഷം കേസ് കേൾക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് പോകുമോ എന്നറിയില്ല. എന്തായാലും അക്കാര്യത്തിൽ ഇന്ന് രാവിലെ തന്നെ കോടതി ചേരുമ്പോൾ അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ചേരുമ്പോൾ ഒരു തീരുമാനം എടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ആ ഒരു തീരുമാനത്തിന് ശേഷമാവും ഇനി കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിലെ നടപടിക്രമങ്ങൾ മുനമ്പം കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്ന് അറിയാൻ കഴിയുക. എന്തായാലും 2 തീരുമാനം എടുക്കുന്നതിനുമുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷേ വാദം വേഗത്തിൽ കേട്ട ശേഷം ഒരു വിധി പറയാനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി അദ്ദേഹം സ്ഥലം മാറിപ്പോവുക, പുതിയ വരുന്നയാൾ അവസാന ഘട്ടത്തിൽ നടപടിക്രമങ്ങൾ ചെയ്യട്ടെ എന്നൊരു നിലപാടിലേക്കോ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ വാദം പൂർണ്ണമായി കേട്ട് വിധി പറയുക എന്നൊരു നിലപാടിലേക്കോ എത്താൻ കഴിയും. എന്തായാലും നിർണായകമായ നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വഖഫ് ട്രൈബ്യൂണലിൽ നടന്നിരുന്നു. ഈ വഖഫ് ആക്കി മാറ്റിയ ആധാരം, ഈ ഫാറൂഖ് കോളേജിന് സിദ്ദിഖ് സേട്ട് നൽകിയ ആധാരം ആദ്യം പരിശോധിച്ചിരുന്നു. പിന്നീട് ഈ ആധാരത്തിന് ശേഷം മുനമ്പം നിവാസികൾ വിവിധ കോടതികളിൽ നൽകിയ ഹർജി, പ്രത്യേകിച്ചും ഈ പറവൂർ സബ് കോടതിയിലും അതിനുശേഷം ഹൈക്കോടതിയിലും നൽകിയ ഹർജികൾ, അതിൻ്റെ വിധി പകർപ്പുകൾ എന്നിവ പരിശോധിച്ചിരുന്നു. പിന്നീടാണ് ഈ 2019 ഈ വഖഫ് ഭൂമിയായി ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്ന, അല്ലെങ്കിൽ വഖഫ് ബോർഡ് ഈ ഫാറൂഖ് കോളേജിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത്. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് നടത്തിയ കൈമാറ്റങ്ങളൊക്കെ സാധുവാവില്ലേ എന്ന ഒരു സംശയം വഖഫ് ട്രൈബ്യൂണലിന്റെ ഭാഗത്തു നിന്നും ഉന്നയിച്ചിരുന്നു. എന്തായാലും ആ സംശയത്തിന്മേലുള്ള വിശദീകരണങ്ങൾ ഇന്ന് വഖഫ് ബോർഡും ഫാറൂഖ് കോളേജും ഒപ്പം ഈ കേസിൽ കക്ഷികളായ മുനമ്പത്തെ താമസക്കാരും സിദ്ദിഖ് സേട്ടിന്റെ മക്കളുമൊക്കെ നൽകും. ഒപ്പം പര്യാപ്തമായ എല്ലാ തെളിവുകളും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നൽകാനും ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിശദീകരണങ്ങളും കൂടുതൽ തെളിവുകളും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് അല്ലെങ്കിൽ ട്രൈബ്യൂണലിന്റെ പരിഗണനയ്ക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ രേഖകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള വാദമുഖങ്ങൾ മുന്നോട്ട് പോകുമോ അതോ ഈ കേസ് കേൾക്കുന്നത് അടുത്ത ട്രൈബ്യൂണൽ ജഡ്ജിക്ക് വേണ്ടി മാറ്റുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഏതായാലും ഇന്ന് ട്രൈബ്യൂണൽ ചേരുമ്പോൾ ഒരു വ്യക്തത ലഭിക്കും. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.
മുനമ്പം വിഷയം പരിഹരിക്കാൻ ഇപ്പോഴത്തെ തടസ്സം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിപക്ഷം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന കേസാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം വിഷയം പരിഹരിക്കാൻ നിയമത്തിലൂടെ കഴിയുമെന്ന് വ്യക്തമാക്കിയതാണ്. ഇത് മുനമ്പം ജനതയ്ക്ക് വിശ്വാസമാണ്. പക്ഷേ പ്രതിപക്ഷം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേസുമായി പോയതോടെ തടസ്സമായി. വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ മറുപടി പറയേണ്ടത് LDFും UDFുമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു. അപ്പോൾ ഈ പുതിയ ബില്ലിലെ 2A എന്നുള്ള ക്ലോസ് അത് മുനമ്പത്തിന് സഹായകരമാകുമെന്ന്, പക്ഷെ പിന്നീട് അതിനെപ്പറ്റി മൗനമായിരുന്നു, ആരും മിണ്ടുന്നില്ല. ആരാ മിണ്ടുന്നത്? കേന്ദ്രമന്ത്രി വന്നപ്പോഴും അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞില്ല. അല്ല, ചോദിച്ചതിന്റെ ഉത്തരമെല്ലാം കൊടുത്തു. എന്താ ഇഷ്യൂ? എന്താ ബില്ല് അദ്ദേഹം പറഞ്ഞു മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും എന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ, ഞാൻ മാത്രമല്ല പറഞ്ഞല്ലോ, അദ്ദേഹം അവിടെ മുനമ്പത്ത് പോയി പറഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ടാണ് കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സുപ്രീം കോർട്ട് ഇടപെടൽ. അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നു. അതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 35 കൊല്ലം ഈ രണ്ട് പാർട്ടീസ് ഒന്നും ചെയ്യില്ല. എന്നിട്ട് ഈ ബില്ല് വരുമ്പോൾ അതിനെ സ്റ്റേ ചെയ്യാൻ ഓടിപ്പോയി അങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട്? സുപ്രീം കോടതിയിലേക്ക്. എന്നിട്ടും പറയുന്നു അല്ല, ഇത് ചതിക്കുന്നത് BJP NDA ആണെന്ന്. പ്രധാനമന്ത്രി മുനമ്പം സമരസമിതിയുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ച ഉണ്ടാവില്ല. വഖഫ് ഭേദഗതി നിയമം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നതിനാലാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വേണ്ടെന്ന് വെച്ചതെന്ന് രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18നോട് പറഞ്ഞു. ഈസ്റ്ററിന് ശേഷം ചർച്ച നടത്താനായിരുന്നു തീരുമാനം. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കാം എന്ന ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അതെല്ലാം ഈ സുപ്രീം കോടതി കേസിന് മുമ്പല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്ന് മുനമ്പത്ത് പോയി പറഞ്ഞു, കിരൺ റിജിജുവും പറഞ്ഞു, ഫാമിലീസിനെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിന്റെ കൂടെ ഒരു മീറ്റിംഗ് നടത്താമെന്ന് ഞാൻ ഓഫർ ചെയ്താ. അത് സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അവരുടെ കൂടെ എന്നാണ് ഇരിക്കേണ്ടത് എന്നുള്ള ഡേറ്റ് മാത്രമേ കിട്ടാനുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ മീഡിയയോടും പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ ഈ സുപ്രീം കോർട്ട് ചാലഞ്ച് വന്നത്. അപ്പോൾ തൽക്കാലം സമരസമിതിയുമായിട്ട് പ്രധാനമന്ത്രിയുടെ സംസാരം ഉണ്ടാവില്ല. അല്ല, ഇപ്പോൾ എന്താ പറയേണ്ടത്? അത് ഇപ്പോൾ പറയേണ്ടത് മുസ്ലിം ലീഗല്ല പറയേണ്ടത്, അവരല്ലേ അവരുടെ പെറ്റീഷണർ. കേരളത്തിലെ ക്രൈസ്തവർക്ക് BJPയിൽ വിശ്വാസമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഇത് തകർക്കാനാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില അക്രമങ്ങൾ കാട്ടി സംസ്ഥാനത്തെ BJPയെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത്. വൈദികർക്കെതിരായ അക്രമങ്ങളോട് ശക്തമായ നിലപാടെടുത്ത കാര്യം സഭകൾക്ക് ബോധ്യപ്പെട്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ക്രൈസ്തവ കുടുംബങ്ങളുമായിട്ട് BJPയുടെ ആ ലിങ്ക് പൂർത്തിയായി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് BJPയിൽ ഇപ്പോൾ എത്ര നേതാക്കന്മാരും പ്രവർത്തകരുണ്ട് ക്രിസ്ത്യൻസ്? 7-8 ഡിസ്ട്രിക്ട് പ്രസിഡൻസ് ഉണ്ട്, സീനിയർ ജനറൽ സെക്രട്ടറീസ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ഡിസ്റ്റിങ്ക്റ്റ് എഫേർട്ട് ചെയ്യേണ്ട ഒരു നീഡ് ഞാൻ കാണുന്നില്ല. ഞങ്ങൾക്ക് ഓണവും വിഷുവും ഈസ്റ്ററും ക്രിസ്മസും എല്ലാം ഒരേ സമാനം ഒരു ആഘോഷത്തിന്റെ ഒരു അവസരം. ഇപ്പോൾ മധ്യപ്രദേശിലോ ബീഹാറിലോ ഇപ്പോൾ UPയിലോ ഛത്തീസ്ഗഡിലോ ഒക്കെ നടക്കുന്ന ഈ പള്ളികൾക്ക് നേരെയുള്ള ആക്രമണം, വൈദികരെ ആക്രമിക്കുന്നത്, ഇതിനുള്ള മറുപടി ഇവിടെ നൽകേണ്ട എന്നുള്ളതാണോ? അത് ഞങ്ങൾ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അത് അവര് FIR ഫയലാവുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആരാണെങ്കിലും എന്നെ അത് റിപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി ആ സ്റ്റേറ്റ് ഗവൺമെന്റോ സ്റ്റേറ്റിന്റെ DGPയോ വിളിച്ചിട്ട് FIR ഫയൽ ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട്. സുപ്രീം കോടതിക്കെതിരെ നടത്തിയ പരാമർശം വിവാദം ആയിരിക്കെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷിയെ മുസ്ലിം കമ്മീഷണർ എന്ന് വിളിച്ച് BJP MP നിഷികാന്ത് ദുബെ. വഖഫ് നിയമത്തെ ഖുറേഷി വിമർശിച്ചതാണ് നിഷികാന്ത് ദുബെയെ ചൊടിപ്പിച്ചത്. അതേസമയം കോടതിക്കെതിരായ പരാമർശം സുപ്രീം കോടതി മുൻപാകെ ഇന്ന് പരാമർശിച്ചേക്കും. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഈ നിഷികാന്ത് ദുബെ ഒരു വലിയ തലവേദനയായി മാറുകയാണ് BJPക്ക്. കഴിഞ്ഞ ദിവസം ദുബെയുടെ പ്രസ്താവന BJP നേതാക്കളെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തത് SY ഖുറേഷിക്കെതിരെയാണ് മുസ്ലിം കമ്മീഷണർ എന്ന് പരസ്യമായി വിളിച്ചുകൊണ്ടുള്ള അധിക്ഷേപം. ഈ പുതിയ വിവാദം ഏത് പശ്ചാത്തലത്തിലാണ്? ഇന്നിപ്പോൾ സുപ്രീം കോടതിക്ക് മുൻപാകെ ഈ ഒരു പരാമർശം വരാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ശ്രീജ, വിവാദം അല്ലെങ്കിൽ കടുപ്പിക്കുകയാണ് നിഷികാന്ത് ദുബെ. കാരണം കഴിഞ്ഞ ദിവസം BJP അദ്ദേഹം നടത്തിയ പരാമർശങ്ങളോട് പ്രസ്താവനയോടൊക്കെ തന്നെ അകലം പാലിച്ചിരുന്നു. സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിസിനുമെതിരെയായിരുന്നു കടുത്ത വിമർശനം നിഷികാന്ത് ദുബെ നടത്തിയത്. അതായത്
പാർലമെന്റ് ആണ് നിയമം നിയമിക്കേണ്ടത്. കോടതി അങ്ങനെ നിയമം നിർമ്മിക്കുകയാണെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടാം. മാത്രമല്ല മതയുദ്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു ചീഫ് ജസ്റ്റിസ് തുടങ്ങിയ പരാമർശമാണ് നിഷികാന്ത് ദുബെയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വഖഫ് നിയമത്തിൽ കോടതി ഇടപെടലിന് പിന്നാലെയായിരുന്നു ഇത്തരം വിമർശനം. ഏതായാലും അതിനുശേഷം ഇപ്പോൾ SY ഖുറേഷി മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ നിഷികാന്ത് ദുബെ തിരിഞ്ഞിരിക്കുന്നത്. കാരണം 17-ാം തീയതി SY ഖുറേഷി ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം, അതായത് വഖഫ് നിയമം അത് ഭിന്നിപ്പിക്കുന്നതാണ്, ഗൂഢലക്ഷ്യങ്ങൾ അതിലുണ്ട്, അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇതിൽ ഇടപെടുമെന്ന് തനിക്ക് പ്രതീക്ഷയുണ്ട്. ഇതാണ് SY ഖുറേഷിയുടെ ട്വീറ്റ്. ഇത് ഇന്നലെ റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് നിഷികാന്ത് ദുബെ തന്റെ വിമർശനം ഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് താങ്കൾ മുസ്ലിം കമ്മീഷണറാണ്, മാത്രവുമല്ല താങ്കൾ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കുന്ന സമയത്താണ് ബംഗ്ലാദേശിൽ നിന്നുള്ള പൗരന്മാർക്ക് ഇന്ത്യയുടെ വോട്ടർ ID ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ജാർഖണ്ഡിലെ പർഗാനാസ് മേഖലയിൽ വോട്ടർ ID അവർ വോട്ടർമാരായി മാറിത്തീർന്നത് എന്ന ആരോപണമാണ് നിഷികാന്ത് ദുബെ നടത്തിയിട്ടുള്ളത്. മാത്രവുമല്ല വിഭജനം ഒന്നിപ്പിക്കാനാണ് പഠിക്കേണ്ടത്, ചരിത്രം പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ വലിയ വിമർശനം അങ്ങനെ നീണ്ടുപോകുന്നു. അത്രമാണ് ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നിലവിൽ BJP ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ BJP സുപ്രീം കോടതിക്കെതിരായ വിമർശനത്തിൽ BJP ദേശീയ അധ്യക്ഷൻ തന്നെ രംഗത്ത് വരികയും നിഷികാന്ത് ദുബെ തള്ളുകയും മറ്റംഗങ്ങൾക്ക് ഇത് ഏറ്റുപിടിക്കരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഏതായാലും BJPയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നിഷികാന്ത് ദുബെ ഇത്തരമൊരു പരാമർശം നടത്തിയത് BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് SY ഖുറേഷിയുടെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്ത് ചില വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ്. അപ്പോൾ നിഷികാന്ത് ദുബെ ഏതായാലും BL സന്തോഷ് ഇത്തരത്തിൽ ട്വീറ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്ന് കൂടി പറയേണ്ടതുണ്ട്. ഏതായാലും കോടതിക്കെതിരായ പരാമർശം ഒരുപക്ഷെ ഇന്ന് സുപ്രീം കോടതിയിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ തന്നെ സുപ്രീം കോടതി അഭിഭാഷകർ അറ്റോർണി ജനറലിന് പരാതി നൽകിയിരുന്നു. കോടതി അലക്ഷ്യത്തിൽ നടപടിയെടുക്കണം, പരാമർശങ്ങൾ കോടതി അലക്ഷ്യമാണെന്നാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് മുമ്പാകെ ഇത് പരാമർശിക്കാനും സാധ്യതയുണ്ട്. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കുറച്ചു ദിവസം മുൻപാണ് ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു വാർത്ത എത്തിച്ചത്. അത് ഇന്ദിരാഗാന്ധി ഓപ്പൺ സർവകലാശാലയുടെ ഇല്ലാത്ത സെന്ററിലേക്ക് പരീക്ഷാ അപേക്ഷ ക്ഷണിച്ച് പ്രതിസന്ധിയിലായ വിദ്യാർത്ഥികളെ കുറിച്ചായിരുന്നു. എന്തായാലും ആ പ്രശ്നത്തിനൊരു പരിഹാരമാവുകയാണ്. ഇഗ്നോയുടെ MBA പരീക്ഷയ്ക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ സെന്ററായി തെരഞ്ഞെടുത്ത് വെട്ടിലായ വിദ്യാർത്ഥികൾക്ക് ഒടുവിൽ പരീക്ഷ എഴുതാൻ അനുമതി കിട്ടിയിരിക്കുന്നു. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ പരീക്ഷാ സെന്റർ മാറ്റി അപേക്ഷിക്കാൻ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അനുമതി നൽകി. തെറ്റായ വിവരം സർവകലാശാല വെബ്സൈറ്റിൽ നൽകിയതിനെ തുടർന്ന് 50-ലധികം വിദ്യാർത്ഥികളാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ പരീക്ഷാ സെന്ററായി തെരഞ്ഞെടുത്തിരുന്നത്. ന്യൂസ് 18 ഇംപാക്ട്. ജൂൺ മാസത്തിലാണ് ഇന്ദിരാഗാന്ധി ഓപ്പൺ സർവകലാശാലയുടെ MBA 3ാം സെമസ്റ്റർ പരീക്ഷ. കഴിഞ്ഞ 2 സെമസ്റ്ററിലും ഇവർ പരീക്ഷ എഴുതിയത് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലായിരുന്നു. ഇത്തവണ നിർമ്മലഗിരിയിൽ പരീക്ഷാ സെന്റർ ഇല്ല. പകരം സർവകലാശാല വെബ്സൈറ്റ് അനുവദിച്ച സെന്ററുകളിലൊന്ന് കണ്ണൂർ സെൻട്രൽ ജയിലായിരുന്നു. യാത്രാ സൗകര്യമടക്കം പരിഗണിച്ച് നിർമ്മലഗിരിയിൽ പരീക്ഷ എഴുതിയ 50-ലധികം വിദ്യാർത്ഥികൾ 1700 രൂപ ഫീസ് അടച്ച സെൻട്രൽ ജയിൽ പരീക്ഷാ സെന്ററായി തെരഞ്ഞെടുത്തു. എന്നാൽ സെൻട്രൽ ജയിൽ പരീക്ഷാ സെന്റർ ആകുമോ എന്ന് സംശയം തോന്നിയ വിദ്യാർത്ഥികൾ ചിലർ നടത്തിയ അന്വേഷണത്തിലാണ് സർവകലാശാലയുടെ പിഴവ് കണ്ടെത്തിയത്. ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ജയിൽ പരീക്ഷാ സെന്ററില്ലെന്ന് ഉറപ്പായി. ഒരിക്കൽ അപേക്ഷ സമർപ്പിച്ചതിനാൽ 6 മാസം കഴിഞ്ഞു മാത്രമാണ് അടുത്ത അവസരം. ഇതോടെ ജൂണിൽ നടക്കുന്ന പരീക്ഷ ഇവർക്ക് എഴുതാൻ ആകില്ലെന്ന ആശങ്കയുണ്ടായി. വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമാകുമെന്നത് ന്യൂസ് 18 വാർത്തയാക്കി. ഇതോടെ പിഴവ് ബോധ്യപ്പെട്ട സർവകലാശാല വീണ്ടും അപേക്ഷിക്കാൻ അനുമതി നൽകി. ഞാൻ ഇഗ്നോ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ MBA ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ജൂണിൽ 3rd സെം എക്സാം എഴുതേണ്ട സമയമായിരുന്നു. അപ്പോൾ ഞാൻ എക്സാം രജിസ്റ്റർ ചെയ്ത സമയത്ത് സെന്ററിന്റെ ഒരു ഇഷ്യൂ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കംപ്ലൈന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ന്യൂസ് 18 ഇടപെട്ടതോടുകൂടി എനിക്ക് ഇതിന് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇന്നായിരുന്നു എക്സാം രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇന്നലെ എനിക്ക് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് 18 ഇടപെട്ടതോടുകൂടിയാണ് ഇതിനൊരു പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടായത്. പരിയാരമടക്കം വിവിധ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയത്. സുമേഷ് മൊറാഴ, ന്യൂസ് 18 കണ്ണൂർ. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ ഇന്ന് ശിക്ഷാവിധി. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ തോവാള സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ ഏക പ്രതി. കഴിഞ്ഞ 10-ാം തീയതി പ്രതി കുറ്റക്കാരനെന്ന് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കണ്ടെത്തിയിരുന്നു. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ചായിരുന്നു പ്രോസിക്യൂഷൻ കേസെടുത്തത്. 4.5 പവൻ മാലയ്ക്ക് വേണ്ടി പട്ടാപ്പകൽ അതിദാരുണമായി വിനീതയെ കൊലപ്പെടുത്തുകയായിരുന്നു.
കേസിൽ പ്രതിക്ക് എന്ത് തരത്തിലുള്ള ശിക്ഷയാവും ലഭിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് സമൂഹം. സ്വർണ്ണാഭരണത്തിന് വേണ്ടി അതിക്രൂരമായി വിനീതയെ കഴുത്തറുത്തടുന്ന് കൊലപ്പെടുത്തിയത്. തമിഴ്നാട് സ്വദേശിയായ പ്രതി നേരത്തെയും 3 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്നതിനായിരുന്നു ഈ കൊലപാതകങ്ങൾ. കൊലപാതക ദിവസം രാജേന്ദ്രൻ നടത്തിയ നീക്കങ്ങൾ വേഗത്തിൽ കണ്ടെത്താനായതാണ് പോലീസിന് നേട്ടമായത്. 2022 ഫെബ്രുവരി 2 ഞായർ രാവിലെ 10:20 പ്രതി രാജേന്ദ്രൻ താൻ ജോലി ചെയ്യുന്ന പേരൂർക്കടയിലെ ടീ സ്റ്റാളിലെത്തി പ്രഭാത ഭക്ഷണം കഴിച്ചു. തൊട്ടടുത്തുള്ള തന്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നു. 11:29 രാജേന്ദ്രൻ കറുത്ത പാന്റും വെള്ള ഫുൾ സ്ലീവ് ഷർട്ടും ധരിച്ച് മുഖത്ത് കറുത്ത മാസ്കും തലയിൽ കെട്ടുമായി അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്നും മുട്ടട കുറവൻകോണം ഭാഗത്തേക്കുള്ള റോഡിലേക്ക് നടക്കുന്നു. 11:32 കുറവൻകോണം മുട്ടട റോഡുകൾ രണ്ടായി തിരിയുന്ന സാന്ത്വനം ആശുപത്രി ജംഗ്ഷനിലെത്തി കൊല നടന്ന ടാബ്സ് അഗ്രി ക്ലിനിക് അലങ്കാര ചെടി വിൽപ്പന സ്ഥിതി ചെയ്യുന്ന കുറവൻകോണം ഭാഗത്തേക്ക് പോകുന്നു. 11:33 കൃത്യസ്ഥലമായ അലങ്കാര ചെടി വിൽപ്പനശാലയുടെ സമീപത്തുള്ള ചൈതന്യ വീടിന് മുന്നിലൂടെ നടന്ന് കൃത്യസ്ഥലത്ത് പ്രവേശിച്ച് കൊലപാതകം നടത്തിയ ശേഷം കവർന്നെടുത്ത സ്വർണമാലയുമായി 11:52 ചൈതന്യ വീടിന് മുന്നിലൂടെ മടങ്ങിപ്പോകുന്നു. അക്രമം തടയാനുള്ള വിനീതയുടെ ശ്രമത്തിനിടയിൽ രാജേന്ദ്രന്റെ വലത് കൈക്ക് പരിക്കേറ്റിരുന്നു. 11:54 രക്തം പുരണ്ട ഷർട്ടുമായി രാജേന്ദ്രൻ വീണ്ടും സാന്ത്വനം ആശുപത്രി ജംഗ്ഷനിലെത്തി ഓട്ടോറിക്ഷ കൈകാണിച്ച് കയറി മുട്ടറ റോഡിലെ കോർപ്പറേഷൻ വക അലപ്പുറം കുളത്തിന് സമീപമിറങ്ങി രക്തം പുരണ്ട ഷർട്ട് കുളത്തിൽ ഉപേക്ഷിച്ച് ഷർട്ടിനടിയിലുണ്ടായിരുന്ന ടീഷർട്ടും ധരിച്ച് മുട്ടട പ്രൈമറി ഹെൽത്ത് സെന്ററിന് സമീപമെത്തുന്നു. 12:06 ഹെൽത്ത് സെന്ററിന് സമീപത്തു നിന്ന് ഒരു സ്കൂട്ടർ യാത്രക്കാരനെ കൈകാണിച്ച് ഇദ്ദേഹത്തോടൊപ്പം സ്കൂട്ടറിന്റെ പിറകിലിരുന്ന് പരുത്തിപ്പാറ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. 12:11 പരുത്തിപ്പാറ വഴി കേശവദാസപുരത്തേക്കും 12:13 കേശവദാസപുരം ഉള്ളൂർ റോഡിലൂടെ ഇതേ സ്കൂട്ടറിൽ സഞ്ചരിച്ച് ഉള്ളൂർ ജംഗ്ഷനിലിറങ്ങി അവിടെ നിന്ന് മറ്റൊരു ഓട്ടോയിൽ കയറി വീണ്ടും കേശവദാസപുരം ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നു. 12:18 രാജേന്ദ്രനെയും കൊണ്ട് ഓട്ടോറിക്ഷ കേശവദാസപുരത്തെ ഭാരത് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ നിറച്ച ശേഷം 12:38 രാജേന്ദ്രന്റെ താമസ സ്ഥലമായ പേരൂർക്കട ജില്ലാ ആശുപത്രിക്ക് മുൻവശമിറക്കുന്നു. രാത്രി 7:40 കൊലപാതക സമയത്ത് കൈയിലേറ്റ മുറിവിന് ചികിത്സ തേടി പേരൂർക്കട ജില്ലാ ആശുപത്രിയിലെത്തുന്നു. പിറ്റേ ദിവസം അതായത് ഫെബ്രുവരി 3 രാവിലെ 8 സ്വദേശമായ തമിഴ്നാട്ടിലെ കാവൽ കിണറിലേക്ക് കടക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് 5 ഗ്രാമത്തിലുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ വിനീതയുടെ സ്വർണമാല 95,000 രൂപയ്ക്ക് പണയം വയ്ക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് കാവൽ കിണറിലുള്ള ഇന്ത്യൻ ബാങ്കിന്റെ പെരുങ്കുഴി ബ്രാഞ്ചിലെത്തി ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് 32,000 രൂപ നിക്ഷേപിക്കുന്നു. 2022 ഫെബ്രുവരി 11 രാവിലെ 10 മണിക്ക് കാവൽ കിണറിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് രാജേന്ദ്രനെ പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെ ഒരിക്കൽ കൂടി രാജേന്ദ്രൻ തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയിരുന്നു. പേരൂർക്കടയിലെ ഹോട്ടലിൽ അവശേഷിച്ച തന്റെ മറ്റു വസ്തുക്കൾ എടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ യാത്ര. ഈ വരവിന് വേണ്ടി കാണിച്ച അമിത ആത്മവിശ്വാസമാണ് പ്രതിയെ വേഗത്തിൽ വലയിലാക്കിയത്. കാലിൽ മുടന്തുള്ളയാളാണെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായതും പോലീസിന് കാര്യങ്ങൾ എളുപ്പമാക്കി. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം കോതമംഗലം അടിവാട് ഫുട്ബോൾ മത്സരത്തിനിടെ താൽക്കാലിക ഗാലറി തകർന്നു വീണ 50 പേർക്ക് പരിക്കേറ്റു. മഴയിൽ ഗാലറിയുടെ കാലുകൾ മണ്ണിൽ പൊതിഞ്ഞതിനെ തുടർന്നാണ് അപകടം. 3000-ലധികം പേരാണ് മത്സരം കാണാൻ എത്തിയിരുന്നത്. ആരുടെയും നില ഗുരുതരമല്ല. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, മതിയായ സുരക്ഷാ സജ്ജീകരണങ്ങളില്ലായിരുന്നു. 3000-ഓളം പേരെത്തുക എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് ബലം വേണം ഈ ഗാലറിക്ക്. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? ശ്രീജ, ഇന്നലെ രാത്രിയായിരുന്നു ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ സംഘടിപ്പിച്ചിരുന്നത്. ഇവിടേക്കാണ് ഒരു ഗാലറി, താൽക്കാലികമായിട്ടുള്ളൊരു ഗാലറി പണിതത്. പക്ഷേ ആ ഗാലറിയിൽ മഴ പെയ്ത് മണ്ണ് കുതിർന്നു കിടന്നതിനാൽ അതിൻ്റെ കാലുകൾ, നാട്ടിയിരുന്ന കാലുകളിൽ പുതഞ്ഞ്, മണ്ണിൽ പുതഞ്ഞ് ഈ ഗാലറി തകർന്നു വീഴുകയായിരുന്നു. 50-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം. ആരുടെയും നില ഗുരുതരമല്ല. ഇതിൽ 3 പേർ മാത്രമേ ഇപ്പോഴും ആശുപത്രിയിൽ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെയൊക്കെ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവരുടെ വലിയൊരു അപകടത്തിൽ നിന്നും ഇവരെയൊക്കെ രക്ഷിച്ചത്. നാട്ടുകാരെല്ലാം കൃത്യമായി ഇടപെട്ട് ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇത് അടിവാട് മാലിക് ദിനാർ സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു ഈ അപകടമുണ്ടായത്. ഹീറോ യങ് എന്ന ക്ലബ്ബാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കുറേ വർഷങ്ങളായി ക്ലബിന്റെ നേതൃത്വത്തിൽ അവിടെ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ആരും പറയുന്നില്ല. എന്നാലും പോലീസ് ഇപ്പോൾ
കേസെടുത്തിട്ടുണ്ട് ഈ ക്ലബ്ബ് അംഗങ്ങൾക്കെതിരെ, ഭാരവാഹികൾക്കെതിരെ. ഇത്തരത്തിൽ അശാസ്ത്രീയമായ ഈ ഗ്രൗണ്ട്, ഈ ഗാലറി നിർമ്മാണത്തിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ ഗാലറി നിർമ്മിച്ച ആളുകളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ ഗാലറി സ്ഥിരമായി നിർമ്മിക്കുന്നവർ തന്നെയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇവർക്കെതിരെയും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ മണ്ണ് കുതിർന്ന് കിടക്കുന്നത്, മഴ വന്ന് നനഞ്ഞു കിടന്നതിനാലാണ് ഈ തൂണുകൾ, കമ്പിത്തൂണുകളായിരുന്നു, അത് ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് ആളുകൾക്ക് അപകടമുണ്ടായത്. ഈ താഴെ ഇരുന്നവരുടെ മുകളിലേക്കൊക്കെ ആളുകൾ വീഴുന്നതാണ് ഈ അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയത്. എന്തായാലും കൃത്യസമയത്തുള്ള രക്ഷാപ്രവർത്തനമാണ് വലിയ അപകടങ്ങളിൽ നിന്നും ഇവരെയൊക്കെ രക്ഷിച്ചത്. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റ് വാർത്തകൾ പോകും മുമ്പ് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. അത് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായൊരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് ഇന്ന്. അത് ഇടിച്ചു കയറി വേദിയിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് DCC ഉദ്ഘാടനത്തിൽ നടന്നത് നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത ഒരു പരിപാടിയാണ്. പ്രസ്ഥാനത്തിന്റെ യശസ്സിനെ ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും ഇല്ലാതാക്കരുത് എന്നതാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. നമ്മളിപ്പോൾ പോകുന്നത് ഇന്ന് വളരെ സ്പെഷ്യലായി ആഘോഷിക്കുന്ന ചിലർക്കുള്ള ആശംസകളിലേക്കാണ്. സ്പെഷ്യൽ ഡേ വിഷസ് നോക്കാം. തൃശൂർ മനപ്പടി സ്വദേശികളായ തടത്തിൽ ഷിജിന്റെയും മിജയുടെയും മകൻ അനശ്വറിന്റെ 5ാം പിറന്നാളാണിന്ന്. അനശ്വറിന് അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം ഞങ്ങളുടെയൊക്കെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ്. തിരുവനന്തപുരം സ്വദേശികളായ അനന്തുവിന്റെയും അഞ്ജനയുടെയും വിവാഹമാണിന്ന്. 2 പേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. വിഷ് എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്, അനന്തു ആൻഡ് അഞ്ജന. ബാലരാമപുരം സ്വദേശി പ്രശാന്തിന്റെ പിറന്നാളാണിന്ന്. പ്രശാന്തിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഞങ്ങളുടെ സഹപ്രവർത്തകനായ അഖിലിന്റെയും രേഖയുടെയും വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ. മറ്റന്നാൾ അഖിലിന്റെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശവുമാണ്. അപ്പോൾ അഖിലിനും രേഖയ്ക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. ഒപ്പം വളരെ സന്തോഷകരമായി പുതിയ വീട്ടിലൊരു ജീവിതം കൂടി ആശംസിക്കുന്നു. ചെലവ് പിന്നെ തന്നാ മതി. കൊല്ലം കരുവയിലെ സുൽഫിക്കറിന്റെയും സുഹൈലയുടെയും മകൻ ആദം എയ്മന്റെ 1ാം പിറന്നാളാണ് ഇന്ന്. അപ്പോ ആദം കുട്ടന് ഹാപ്പി ബർത്ത്ഡേ. ഇപ്പോൾ ബംഗളൂരുവിലുള്ള അക്സയുടെ പിറന്നാളായിരുന്നു ഇന്നലെ. അക്സയ്ക്ക് ആശംസകൾ അർപ്പിക്കുന്നത് സുഹൃത്തുക്കളാണ്. ഒപ്പം ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അക്സ, ഹാപ്പി ബർത്ത്ഡേ. ഇതുപോലെ നിങ്ങളുടെയൊക്കെ ആശംസകൾ ഞങ്ങളെ അറിയിക്കാം കേട്ടോ. അത് ന്യൂസ് 18 സ്ക്രീനിലൂടെ നമുക്ക് ഒന്നിച്ച് ആ സന്തോഷം പങ്കുവെക്കുകയും ചെയ്യാം. അപ്പോൾ തൽക്കാലം നമ്മൾ രാവിലെ ഇവിടെ ഒരു ഇടവേള എടുത്ത് നിർത്തുകയാണ്. ഇനി പതിവ് പോലെ പോലീസ് പെട്രോളിന്റെ സമയമാണ്. ഭവ്യ പോലീസ് പെട്രോളുമായി.